ബഹുഭാഷാ നാടോടി സംഗീതവുമായി പത്തനംതിട്ട കാത്തലിക് കോളേജിലെ ഒരു കലാകാരൻ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച സെമിനാറിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. മലയാളത്തിനു പുറമെ ആഫ്രിക്കൻ, ഹിമാചൽ, തെലുങ്ക്, കന്നഡ, ശ്രീലങ്കൻ, ഇംഗ്ലീഷ് നാടോടി പാട്ടുകളും മാലിദ്വീപിലെ ബോഡ്ബറു നാട്യസംഗീതവും ഉൾപ്പെടുത്തിയായിരുന്നു പരിപാടി. സംഗീതം ആസ്വദിക്കാൻ ഭാഷ അറിയേണ്ടെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതായിരുന്നു കേൾവിക്കാരുടെ പ്രതികരണം. സംഗീതം സംസ്കാരങ്ങളുടെ കൈമാറ്റമെന്ന കേരള പോപ്പുലർ അക്കാദമി അംഗവും കലാകാരനുമായ അഡ്വക്കേറ്റ് സുരേഷ് പറഞ്ഞു. കാത്തോലിക്കേറ്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് സുരേഷ് സോമ. വലിയ ഒരു വൈബായിരുന്നു. പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയിൽ നമ്മുടെ നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും കാച്ചിക്കുറുക്കുരുവുമായ ഫോക്ക് സോങ്ങിന് ഇങ്ങനെ വലിയൊരു വൈബ് ഈ പ്രിയപ്പെട്ട കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവർ താളം കൊണ്ടും മാർപ്പോടികൾ കൊണ്ടും ആരവം കൊണ്ടും വലിയ ഒരു ത്രില്ലായിരുന്നു ഉണ്ടായത്. ഒരു പ്രത്യേക അനുഭവമാണ് ഉണ്ടായത്, താളത്തിലും എല്ലാം. പരമ്പരാഗത സെമിനാർ രീതികൾ പ്രതീക്ഷിച്ചു വന്ന വിദ്യാർത്ഥികൾക്കും വേറിട്ട അനുഭവമായി ഈ ബഹുഭാഷാ സംഗീതം. നല്ലൊരു പരിപാടിയായിരുന്നു. സാധാരണ സെമിനാർ എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു ബോറടിയൊക്കെ കാണും, പക്ഷേ ഇന്ന് അതൊന്നും ഇല്ലായിരുന്നു. നല്ല എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറേ സോങ്സ് ഒക്കെ പറഞ്ഞായിരുന്നു. ലാസ്റ്റും അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ ടൈറ്റിൽ തന്നെ മ്യൂസിക്, കൾച്ചർ ആൻഡ് ലിറ്ററേച്ചർ ആണ്. അപ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റി എന്താണ് ലിറ്ററേച്ചർ എന്നുള്ളത്. അത് പാട്ടിലൂടെ ഞങ്ങൾക്ക് ഓരോ ലാംഗ്വേജിൽ നിന്നും ഓരോ കൾച്ചറിൻ്റെയും പാട്ടുകൾ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി. വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകരും ഈ ബഹുഭാഷാ സംഗീതത്തിന്റെ ആരാധകരായി മാറി. വളരെ താളമിട്ട് ഈ പറയുന്ന പോലെ നമ്മുടെ പിള്ളേരിലേക്ക് ആ പഴയകാല ആ പാട്ടുകൾ അവരെ എത്തിക്കുകയും അവർ അത് നല്ലതായിട്ട് ശ്രവിക്കുകയും ചെയ്തു. അപ്പം എന്തുകൊണ്ടും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഒരു വളരെ അധികം കടപ്പാടും അതിനൊപ്പം തന്നെ ബെസ്റ്റ് വിഷസും നേരുന്നു. എന്നിട്ടും വരാണ്ടിരിക്കാൻ കയ്യടിയിലേയേ, എന്നിട്ടും വെട്ടാണ്ടിരിക്കാൻ കയ്യടിയിലേയേ, മറ്റും വരുന്ന കെട്ടു ഞാൻ പണ്ട് മറന്നേ. ന്യൂസ് മലയാളം, പത്തനംതിട്ട.